കുട്ടികൾക്ക് വിവിധ തരം അണുബാധകൾ ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. അതിന് വാക്സിനേഷനുകളുമുണ്ട്. വാക്സിനേഷനുകൾ എന്നാൽ എന്താണ്? വാക്സിനേഷൻ എന്നത് അണുബാധകൾ ഏൽക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ മാത്രമാണ്. ഒരു കുട്ടിയെ ബാധിക്കാൻ സാധ്യതയുള്ള എന്തും. വിപണിയിൽ ധാരാളം വാക്സിനുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നു. മിക്ക മാതാപിതാക്കന്മാരും ചോദിക്കുന്നത് ഏത് വാക്സിൻ കൊടുക്കാം, ഏതാണ് കൊടുക്കാൻ പാടില്ലാത്തത്, ഏതാണ് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഏതാണ് ശുപാർശ ചെയ്യപ്പെടാത്തത്, ഇത്തരം നിരവധി സംശയങ്ങൾ. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദേശീയ രോഗപ്രതിരോധ പദ്ധതിയെക്കുറിച്ചാണ്. അതിനനുസരിച്ച് അനുശാസിച്ചിരിക്കുന്ന ചില നിശ്ചിത വാക്സിനേഷൻ ശുപാർശകൾ നിർബന്ധവുമാണ്, ഭാരത സർക്കാരിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച്. എന്തൊക്കെയാണവ? കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഞങ്ങൾ നൽകുന്നത് BCG എന്ന വാക്സിനേഷൻ ആണ്, അതും ഇടത്തെ തോളിൽ. അതേ തുടർന്ന് ഓറൽ പോളിയോ ഡ്രോപ്പുകൾ, അതോടുകൂടി തന്നെ ഹെപ്പറ്റൈറ്റിസ് B ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ. അതിനുശേഷം 6-ാമത്തെ ആഴ്ചയിലും 10-ാമത്തെ ആഴ്ചയിലും 14-ാമത്തെ ആഴ്ചയിലും യഥാക്രമം ഞങ്ങൾ നൽകുന്നത് ആവർത്തിച്ചുള്ള ഡോസുകൾ ഡിഫ്തീരിയ, പെർട്ടുസിസ്, പിന്നെ ടെറ്റനസും, ഒപ്പം ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B. ഇത് ആവർത്തിക്കുന്നത് 10 ആഴ്ചയിലും 6 ആഴ്ചയിലും 14 ആഴ്ചയിലുമാണ്. ഇതേ തുടർന്ന് 9-ാമത്തെ മാസം ഞങ്ങൾ നൽകുന്നത് മീസിൽസ്. 15-ാമത്തെ മാസം ഞങ്ങൾ MMR നൽകും, മീസിൽസ്, മംസ്, റുബല്ല. MMR 9-ാമത്തെ മാസം തന്നെ നൽകണമെന്ന് അനുശാസിക്കുന്ന ഒരു പുതിയ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടുകാണും. ഈ നിർദ്ദേശവും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. 18-ാമത്തെ മാസം ഞങ്ങൾ ആവർത്തിക്കുന്നത് DPT എന്നതാണ്. ഇത് ബൂസ്റ്റർ ഡോസ് എന്നറിയപ്പെടുന്നു. ഇത് 18 മുതൽ 20 മാസങ്ങളിലാണ് നൽകുക. 5 വയസ്സാകുമ്പോൾ ഞങ്ങൾ മറ്റൊരു ബൂസ്റ്റർ ഡോസും നൽകും, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസിന്റെയും. 10-ാമത്തെ വർഷം ഞങ്ങൾ നൽകുന്ന ബൂസ്റ്റർ ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കുമാണ്. ഇതിനെല്ലാം പുറമെ വിപണിയിൽ മറ്റനേകം വാക്സിനുകൾ ലഭ്യമാണ്. അത് ടൈഫോയിഡിനാകാം, ന്യൂമോണിയയ്ക്കാകാം, ചിക്കൻ പോക്സിനുള്ളതാകാം, അങ്ങനെ പലതിനും. നിരവധി മാതാപിതാക്കൾ ആശയക്കുഴപ്പത്തിലാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാനായിട്ട്. കൊള്ളാം, ഞാൻ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരാം. വാക്സിൻ നിങ്ങളുടെ കുഞ്ഞിനെ എപ്പോഴും പ്രതിരോധിക്കുന്നതാണ്. ഇത് എപ്പോഴും കൊടുക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ്. ഈ വാക്സിനുകളൊന്നും കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ല. പക്ഷേ ഇവയൊന്നും തന്നെ നിർബന്ധവുമല്ല. ഇവയൊന്നും തന്നെ ഭാരത സർക്കാർ കർശനമായി ശുപാർശ ചെയ്തവയുമല്ല. നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോളൂ, കുഞ്ഞിന് അത്രയും സുരക്ഷിതത്വം ലഭിക്കും. കൊടുക്കുന്നില്ലെങ്കിൽ റിസ്ക് നിങ്ങൾക്ക് തന്നെയാണ്. ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എപ്പോൾ വേണമെങ്കിലും പീഡിയാട്രീഷ്യനുമായി നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഏതെല്ലാം വാക്സിനുകൾ എടുക്കണമെന്ന് ചോദിച്ചുറപ്പ് വരുത്താവുന്നതേ ഉള്ളൂ.